റെഡ് റോസ്. മനോഹരമായ ഒരു വസന്തകാല ദിവസം കാട്ടിൽ ഒരു ചുവന്ന റോസ പൂത്തുലഞ്ഞു. റോസ് ചുറ്റും നോക്കിയപ്പോൾ അടുത്തുള്ള ഒരു പൈൻ മരം പറഞ്ഞു, എന്തൊരു മനോഹരമായ പുഷ്പം! ഞാൻ അത്ര സുന്ദരിയായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു വൃക്ഷം പറഞ്ഞു, പ്രിയപ്പെട്ട പൈൻ, സങ്കടപ്പെടരുത്, നമുക്ക് എല്ലാം കിട്ടുകയില്ല. റോസാപ്പൂ തിരിഞ്ഞ് പറഞ്ഞു, ഈ കാട്ടിലെ ഏറ്റവും മനോഹരമായ പുഷ്പം ഞാനാണെന്ന് തോന്നുന്നു. ഒരു സൂര്യകാന്തി അതിന്റെ മഞ്ഞത്തല ഉയർത്തി ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഈ കാട്ടിൽ മനോഹരമായ ധാരാളം പൂക്കളുണ്ട്, നീ അവരിൽ ഒരാൾ മാത്രമാണ്. ചുവന്ന റോസാപ്പൂ മറുപടി പറഞ്ഞു, എല്ലാവരും എന്നെ നോക്കുന്നതും ആരാധിക്കുന്നതും ഞാൻ കാണുന്നു. അപ്പോൾ റോസ് ഒരു കള്ളിച്ചെടിയെ നോക്കി പറഞ്ഞു, മുള്ളുകൾ നിറഞ്ഞ ആ വൃത്തികെട്ട ചെടിയെ നോക്കൂ. പൈൻ മരം പറഞ്ഞു, ചുവന്ന റോസ്, ഇത് എന്ത് തരം സംസാരമാണ്? സൗന്ദര്യം എന്താണെന്ന് ആർക്കറിയാം? നിനക്കും മുള്ളുണ്ട്. അഭിമാനിയായ ചുവന്ന റോസാപ്പൂ കോപത്തോടെ പൈനിനെ നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് നല്ല രുചിയുണ്ടെന്ന് ഞാൻ കരുതി. സൗന്ദര്യം എന്താണെന്ന് നിനക്കറിയില്ല. എന്റെ മുള്ളിനെ കള്ളിച്ചെടിയുമായി താരതമ്യം ചെയ്യാൻ നിങ്ങൾക്കാവില്ല. എന്തൊരു അഭിമാനകരമായ പുഷ്പം! മരങ്ങൾ വിചാരിച്ചു. റോസാപ്പൂ അതിന്റെ വേരുകൾ കള്ളിച്ചെടിയിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു. പക്ഷേ അതിന് അനങ്ങാൻ കഴിഞ്ഞില്ല. ദിവസങ്ങൾ കഴിയുന്തോറും ചുവന്ന റോസ് കള്ളിച്ചെടിയെ നോക്കി അപമാനകരമായ കാര്യങ്ങൾ പറയും. ഈ ചെടി ഉപയോഗശൂന്യമാണ്. അവന്റെ അയൽവാസിയായതിൽ ഞാൻ എത്ര ഖേദിക്കുന്നു.